ഇവൻ ഇത്ര നേരമായിട്ട് ഇത് എഴുന്നേറ്റില്ലേ? പോയില്ലേ? പോകും, എനിക്കറിയാ. അല്ലെങ്കിൽ അങ്ങേറല്ലേ മോൻ. അവനെവിടെ? അവനെ എത്തനടുത്ത് എത്തി. അതെവിടാ? നിങ്ങളുടെ പോലെ തന്നെയാണ് ചെറുക്കൻ. ഭാര്യ ഒന്ന് വീട്ടിൽ പോയാ ഫുൾ ടൈം അവളുടെ പുറകെ ആയിരിക്കുള്ളൂ. ഒന്ന് മാറിയൊന്നു. ഞാനിപ്പോ എന്താ ചെയ്തേ? ഇതിപ്പോ ആരാ? ഡാർലിംഗ്, ഇതാര വന്നേക്കണ നോക്കിയേ. ആ പാത്രക്കാരനാണെങ്കിൽ ഞാനിവിടെ ഇല്ലെന്ന് പറഞ്ഞേക്കിട്ടാ. പാത്രക്കാരനാ? എടിതേ രക്ഷയും കൊച്ചും വന്നേക്കണെന്ന്. ഞാൻ പറഞ്ഞാലോ ഇത്ര നാളോടെ നിർത്തരുതെന്ന്. കൊച്ചിന് നമ്മളൊരു ഓർമ്മ പോലുമില്ല. 6 മാസമായ കൊച്ചിന് ഓർമ്മേ? ഇനി കൊച്ചിന് കന്നഡയെ മനസ്സിലാവുള്ളൂ. നിനക്ക് വട്ടാണ് ഡാർലിംഗ്. അല്ല, നേരത്തെ നീ ഒരു പാത്രക്കാരന്റെ കാര്യം പറഞ്ഞില്ലേ? ആരാണവൻ? അതൊരു തമിഴൻ. തമിഴനാ? ആ, ഇടക്കിടക്ക് പാത്രം വെക്കാൻ ഒരു തമിഴൻ ചക്കൻ വരും. ഒരു തവണ പാത്രം മേടിച്ചപ്പോ അതിലൊരു ചോക്ലേറ്റ്. എന്നിട്ട് ഞാൻ കഴിച്ച്. 1-2 തവണ പാത്രത്തിൽ ഉണ്ടായിരുന്നു ചോക്ലേറ്റ്. പിന്നെ അവനെ കണ്ടിട്ടില്ല. ആ, നല്ല ചോക്ലേറ്റ് ആയിരുന്നു. അവൻ എവിടെയാ? സൗഖ്യം താനടാ. നീ എങ്കെ ഇരുന്നിരുന്നേ? ഡാർലിംഗ്, എന്താ? പോയി ചായ കുടിയോ? ആ, തമ്പിയെ ഞാൻ പാത്തുക്കറേ. ദേ വന്നിട്ടെന്താ ചായ? തമ്പി നിന്റെ തുമ്പിയാണ്ട് പുറത്തൂടാ. കടവുളെ പുരുഷനാ തമ്പി. എന്നെ വേലക്ക് പോകലയാ? നിന്റെ വേലയാന്ന് ശരിയാക്കി തരാം. പാത്രം എടുക്കടാ. ഇത് പുതുപാത്രമാണേ. ചോക്ലേറ്റ് ഉള്ള പാത്രം എടുക്കടാ. നിങ്ങ എന്താ പേശുറന്ന് പുരിയില്ലേ? പുരിയല്ല, പുരിക്കടാ ഞാൻ. ഉണ്ണിമൂത്രം പുണ്യാഹന്നല്ലേ മുത്തേ. എന്നാ കുറച്ച് കുടിക്കാൻ തരട്ടെ? കൊച്ചിന്റെ ഡ്രസ്സുകളെല്ലാം വാഷ് ചെയ്തോ? നമ്മൾ പോന്നല്ലേ ഉള്ളു മുത്തേ. അതിന് കുറച്ച് കഴിഞ്ഞിട്ട് പോരെ? എന്നെ കൊണ്ട് ഞാൻ ചെയ്തോളാം. അങ്ങനെ വഴിക്ക് വാടാ. അല്ല, ഈ ടീഷർട്ടൊക്കെ ആരെടുത്തേക്കും? ഞാൻ മാറൂ. ഈ റൂമും ബെഡും എന്റെയും കൂടിയാ. കുറച്ച് വഴി തരൂ. എന്റെ ഭാര്യക്ക് ചോക്ലേറ്റ് നീയാണല്ലോ. ഞാനെന്തിനാണ് ഇവിടെ നിൽക്കുന്നത്? മുത്തൊരു സൗണ്ട് കേട്ടായിരുന്ന? ആ, എന്തോ സൗണ്ട് കേട്ടായിരുന്നു. ഞാൻ നോക്കിട്ട് വരാം. വെയിറ്റ് ഇങ്ങനെ പോലെ ഈ സോപ്പൊക്കെ കൈ കയറ്റി പോയാ മതി. ഇല്ലെങ്കിൽ എല്ലാരും വിചാരിക്കും നീ ഭയങ്കര പണിയിലായിരുന്നു. അതന്നെ സത്യം. അവനെ ഒന്നും ചെയ്യല്ലേന്ന്. നിന്നെ ശരിയാക്കി തരടാ. അന്താൾക്ക് പ്രാന്താക്കുമേ. അതിനിപ്പോ ഇവിടെ എന്താ ഉണ്ടായത്? എന്താണ് ഒരു സൗണ്ട് കേട്ടത്? നിന്റെ അച്ഛനെ ഒരുത്തനെ തല്ലാൻ ഓടിച്ചിട്ടാണ്. തല്ലാനാ? ഈ വയസ്സാം കാലത്ത് ഇങ്ങനെ എന്റെ വല്ല ആവശ്യമുണ്ടോ? പാരത്തല്ലാനാണോ? എന്റെ ദൈവമേ, ഇവിടെ വല്ലതുണ്ടാ? എവിടെയൊക്കെ നോക്കി, എന്നാലും ഇങ്ങേരിപ്പോ അവിടെ പോയത്. അച്ഛനല്ലേ? ഇതെന്താണ് പറ്റിയത്? അച്ഛാ, വിഷ്ണു, അച്ഛനൊരു തമിഴിനടിച്ച് പഞ്ചറാക്കിടാ. ശരിക്കും കിട്ടിയെന്ന് മനസ്സിലായി മോനെ. പതുക്കെ അവനെ ഇത്ര ശക്തിയുണ്ട് ഞാൻ വിചാരിച്ചില്ലടാ. എല്ലാവരും അവന്റെ പുറകെ പോകൂലായിരുന്നു. അല്ലെങ്കിലും കിട്ടേണ്ടത് കിട്ടിയാലേ നിങ്ങളൊക്കെ പഠിക്കും. പിന്നെ ഇടി കൊണ്ടവരും വീട്ടിൽ പറയണ്ടട്ടാ, പ്രത്യേകിച്ച് നിന്റെ അമ്മയടുത്ത്. ഏയ്, ഞാനങ്ങനെ പറയോ? ഓരോരോ കാര്യം. ഇതിലൊരു നല്ല പാത്രം പോലും ഇല്ലല്ലോ. അയ്യോടാ, ഇതെന്താ പറ്റിയേ? ഇവര് കുഴപ്പമൊന്നുമില്ല. അവനല്ല, നിങ്ങക്ക് ഏതോ തമിഴിനടിച്ച് പഞ്ചറാക്കി ആ പാലത്തിലിട്ടേക്കണേ. നിന്നോട് ഞാൻ എന്താടാ പറഞ്ഞത്? കുഴപ്പമായ അല്ല, അച്ഛൻ തിരിച്ചിടിക്കുകയൊക്കെ ചെയ്തായിരുന്നു. പിന്നെ പ്രായം വരെയല്ലേ അല്ലേ? വല്ല വാഴയും വെച്ചാ മതിയായിരുന്നു. ആ ഓട്ടോ ഒക്കെ കണ്ടപ്പോ ഞാൻ വിചാരിച്ച് അവനെ ഇടിച്ച് തോട്ടിലിട്ടിട്ടേ വരുള്ളൂ. അപ്പോ മസൽ മാത്രമേ ഉള്ളൂ അല്ലേ? മിണ്ടാണ്ടിരുന്ന് കേക്കാം. പറയിക്കാനായിട്ട് ഞാനങ്ങനെ ആയിരിക്കണം. അങ്ങനെ ഒരാളെ ഓടിച്ചിടാനോ ധൈര്യമെങ്കിലും വേണം.
ചെയ്തൊക്കെ പറഞ്ഞിട്ട് വേണം വീട്ടിൽ നിന്ന് പുറത്താക്കാൻ. അല്ല നിങ്ങളുടെ മാലയുടെ അയ്യോ എന്റെ 5 പവന്റെ മാല ഷോ ആ തമിഴം കൊണ്ടുകൊണ്ടാവും കൊള്ളൻ. തന്നെയാണ്